അത് നമുക്കെല്ലാവരുടെയും സേവനം നമുക്ക് ആവശ്യമാണ്. നിങ്ങളെപ്പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സേവനം വരെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നവരാണ്. എല്ലാവരുടെയും സേവനം പാർട്ടിക്ക് ആവശ്യമാണ്. പാർട്ടിക്കുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ളവരുണ്ട്, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒരു പാർട്ടിയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അവർ ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകളെ ഞങ്ങൾ സംരക്ഷിക്കില്ല. ഒരിക്കലും ഉണ്ടാവത്തില്ല. അവർ ക്രിമിനൽ കേസുകളിൽ അവർ പ്രതിയാകുമ്പോൾ ഞങ്ങളെങ്ങനെയാണ് അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുക? ലക്ഷോപലക്ഷം ജനങ്ങളുള്ള പാർട്ടിയല്ലേ ഇത്. കഷ്ടപ്പെട്ട് ഇഡലി കഴിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? അങ്ങനെ നമുക്ക് ഓരോ ആളുകളുടെ പ്രവൃത്തികളെ ഇത് ആർക്കും പാർട്ടിയിലേക്ക് വരാൻ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന 75 ലക്ഷം ആളുകളുണ്ട്. ആ 75 ലക്ഷം ആളുകളുടെ മുഖലക്ഷണം നോക്കി, കൈരേഖ നോക്കി സംശുദ്ധീകരിച്ചിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഡിവൈഎഫ്ഐയുടെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നില്ല, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. അപ്പോൾ അതിനകത്ത് എങ്ങനെ? ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നതാണ്. അതിനുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ആളുകൾ ലഹരി കേസിൽ പ്രതിയായിട്ടുണ്ടോ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. ഒരു സംശയവും വേണ്ട. ശരിയാണ്. കേസിൽ രക്ഷപ്പെടാം എന്ന് കരുതി CPM-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളൊരു പാർട്ടി അല്ല CPM. ആ കേസുകൾ അവർ നടത്തേണ്ടതായിട്ട് തന്നെ വരും. കേസുകൾ അവർ നടത്തേണ്ടത്. പാർട്ടി ചാനലിനോടൊപ്പം ഈ ഇതിലൊക്കെ പറഞ്ഞത്, ചരണൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ കേസൊക്കെ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്നതെന്നാണ് പാർട്ടി ചാനലിനോട് വരെ പറഞ്ഞത്. അതെ, അങ്ങനെ നമുക്ക് അങ്ങനൊരു വിവരമില്ല. നമുക്കങ്ങനൊരു വിവരമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഈ പാർട്ടിയിലേക്ക് ഒരു 8 വർഷത്തിനുള്ളിൽ ഒരുപാട് പേര് വരുന്നു. 8 വർഷത്തിന് കുറെ ഭാഗ്യാന്വേഷികൾ ഇതിലേക്ക് വരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒന്ന് സ്ക്രൂട്ടിനി ചെയ്യേണ്ടതല്ലേ? വരുന്നവനെ പിടിച്ച് മുഴുവൻ ചോന്നമാല ഇടിപ്പിക്കുമ്പോൾ അത് പാർട്ടിയുടെ ഒരു സംവിധാനത്തിന് ചേർന്ന സംവിധാനം. പാർട്ടിയിൽ ആർക്കും ചേരാമല്ലോ. പാർട്ടിയിൽ ലക്ഷക്കണക്കിന് അനുഭാവികളുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 75 ലക്ഷം അനുഭാവികളുള്ള വലിയൊരു മഹാപ്രസ്ഥാനമാണിത്. ഇതിനകത്ത് ആളുകൾ ഇപ്പോൾ നാളത്തെ ഇലക്ഷൻ വരുന്നു, ഞാൻ CPM-നെ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അരിവാൾ ചുറ്റി നക്ഷത്രത്തിന് വോട്ട് ചെയ്താൽ നമുക്കവിടെ കയ്യെ പിടിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആര് വന്നാലും അവരെ സ്വീകരിക്കും. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. പാർട്ടിക്കുള്ളിൽ വരുന്ന, പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. പാർട്ടി അനുഭാവികളായിട്ട് ആർക്കും വരാം.